24 മണിക്കൂർ, 8 കപ്പ് കോഫി, 50 വീഡിയോസ്, 37 ക്രിയേറ്റർ ഇന്റർവ്യൂസ്, യൂട്യൂബിന്റെ തന്നെ ഹിഡൻ കോർണേഴ്സിലൂടെ ഒരു യാത്ര. ആൻഡ് ആരും പറഞ്ഞുതരാത്ത ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാത്തതിന്റെ ശരിക്കുള്ള റീസൺ നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ പോലും. ആൻഡ് നോ, അത് ക്ലിക്ക് ത്രൂ റേറ്റ് അല്ല, റിട്ടൻഷൻ അല്ല, ആൻഡ് ഡെഫിനറ്റ്ലി ലക്കുമല്ല. സോ സ്റ്റേ വിത്ത് മീ. ഞാൻ എനിക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുത്തു. അതായത് 24 മണിക്കൂറത്തേക്ക് യൂട്യൂബ് ആൽഗോരിതത്തിന്റെ മേൽ ഒബ്സസ്ഡ് ആവുക. അതായത് ഇന്റർവ്യൂസ്, ലീക്ക് ഡോക്യുമെന്റ്സ്, AI ബ്രേക്ക് ഡൗൺസ്, ഇതെല്ലാം ഞാൻ നോക്കി. അതായത് വൈറൽ ക്രിയേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്കും പങ്കിടാൻ വേണ്ടി. കാരണം ലെറ്റ്സ് ഫേസ് ഇറ്റ്, മേക്കിംഗ് ഗുഡ് കണ്ടന്റ് ഇസ്ന്റ് ഇനഫ്. സോ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ആൽഗോരിതം സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഡേറ്റ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് മിത്ത്, ദർ ഇസ് നോ സിംഗിൾ ആൽഗോരിതം. അതായത് ആൽഗോരിതം എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് മോഡൽസിന്റെ ഒരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എന്തിൽ ക്ലിക്ക് ചെയ്യും, ഇനി ഏത് വീഡിയോയിലോട്ട് തിരിച്ചു വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ട്രെയിൻഡ് ആണ്. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് പുഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്, വ്യൂവേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ച് പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതിലല്ല കാര്യം, നിങ്ങളുടെ വീഡിയോസിന് മേൽ ആര് ഒബ്സസ്ഡ് ആവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലാണ് കാര്യം. സോ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്? ആൻഡ് ദ ആൻസർ ഇസ് ബിഹേവിയർ ലൂപ്സ്. അതായത് ക്ലിക്ക്, വാച്ച്, റിയാക്ട് ആൻഡ് റിപ്പീറ്റ്. ബിഹേവിയർ ലൂപ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വൈൽഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. യൂട്യൂബിന് അറിയാം നിങ്ങൾ എപ്പോഴാണ് ബോർ അടിച്ചിരിക്കുന്നതെന്ന്, ലിറ്ററലി. ആൻഡ് അത് നിങ്ങളുടെ വീഡിയോൻ്റെ റീച്ചിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ 30 സെക്കൻഡിൽ തെളിയിച്ചു തരാം. പാർട്ട് 2, വ്യൂവർ സൈക്കോളജി. നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, പകരം വ്യൂവേഴ്സിന്റെ ബ്രെയിൻ ആ കണ്ടന്റിന് മേൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ലൈക്ക്, ഈസ് ദിസ് സർപ്രൈസിങ്? ഡസ് ദിസ് ഗിവ് മീ എ ഫീലിംഗ് ഓഫ് സ്റ്റാറ്റസ് ഓർ ഐഡന്റിറ്റി? ക്യാൻ ഐ ഷെയർ ദിസ് ടു ഫീൽ സ്മാർട്ട് ഓർ ഫണ്ണി? സി, ആൽഗോരിതം ട്രാക്ക് ചെയ്യുന്നത് ഡോപ്പമീൻ സ്പൈക്സ് ആണ്. അതായത് ലൈക്സ്, റീപ്ലേസ്, ഷെയർസ് ആൻഡ് ഈവൻ സ്ക്രോളിംഗ് ബാക്ക് ടു റീവാച്ച് എ മൂമെന്റ്. അതാണ് റീച്ചിന്റെ കറൻസി എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ 15 മിനിറ്റ് ഡീപ്പ് വീഡിയോ ലോങ് അല്ല, അത് വ്യൂവേഴ്സിന്റെ ബ്രെയിനിനെ അത്രയ്ക്ക് ട്രിഗർ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ക്രിയേറ്റേഴ്സ് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. യൂട്യൂബ് ഡസൻറ്റ് ജസ്റ്റ് കെയർ വാട്ട് പീപ്പിൾ വാച്ച്, ഇറ്റ് കെയർസ് വാട്ട് ദേ വാച്ച് നെക്സ്റ്റ്. അതാണ് യൂട്യൂബ് ഗ്രോത്തിന്റെ ഒരു ഹിഡൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നിങ്ങളുടെ വീഡിയോ ഒരു ബിഞ്ച് വാച്ചിലേക്ക് നയിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നിങ്ങളുടെ വീഡിയോ പോലും അല്ലെങ്കിൽ പോലും യൂട്യൂബ് നിങ്ങളെ ഒരു ട്രാഫിക് ഡ്രൈവറായിട്ട് തന്നെ കാണും. സോ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ക്ലിഫ് ഹാങ്ങേഴ്സിൽ എൻഡ് ചെയ്യുക. ലിങ്ക് ടു ഹയർ റിട്ടൻഷൻ വീഡിയോസ്. നിങ്ങളുടെ ചാനലിൽ തന്നെ ഹൈ റിട്ടൻഷൻ ആയിട്ടുള്ള വീഡിയോസിലോട്ട് ലിങ്ക് ചെയ്യുക. അതായത് ഒരു തരം കണ്ടന്റ് എക്കോ സിസ്റ്റമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ചാനൽ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ട് സങ്കല്പിച്ചാൽ മതി, ഒരു സിനിമയായിട്ടല്ല. എത്രമാത്രം ഒരു ബിഞ്ച് വാച്ച് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ജയിക്കും. പക്ഷേ ചെറിയ ചെറിയ സ്മോൾ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണ്? 0 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് നേടാൻ കഴിയും? എൻ്റെ ചാനലിനെ പോലെ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, വീഡിയോ എല്ലാം പോളിഷ് ചെയ്ത് റെഡിയാക്കി, ബട്ട് ഇറ്റ് ഫ്ലോപ്സ്. വൈ? ബിക്കോസ് യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചല്ല റാങ്ക് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന റിയാക്ഷൻസ് അനുസരിച്ചാണ് നിങ്ങളുടെ വീഡിയോ റാങ്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോയ്ക്ക് ക്ലിക്കില്ലെങ്കിൽ നോ ഫർദർ ടെസ്റ്റിംഗ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ ഫർദർ പുഷ് ഇല്ല. നിങ്ങളുടെ നീശയിൽ നിന്ന് തെന്നി മാറി ഒരു ബന്ധമില്ലാത്ത വീഡിയോസ് ഇട്ടാലും ഗ്രോത്ത് കിട്ടില്ല. നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ഓരോ ലൈക്സും, ഷെയർസും, റിയാക്ഷൻസും, കമൻസും മാറ്റർ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ പഴയ ചാനലിൽ ഈ 300 വ്യൂസ് കിട്ടിയ വീഡിയോസും ഉണ്ട്, 30,000 വ്യൂസ് കിട്ടിയ വീഡിയോസും ഉണ്ട്. ആൻഡ് ഐ ഓൾമോസ്റ്റ് ക്വിറ്റ്. സോ ഞാൻ നിർത്താത്തത് എന്തുകൊണ്ടാണ്? ഓരോ ഫെയിലായ വീഡിയോസും ഓരോ ട്രിഗറിനെ പറ്റി പഠിപ്പിച്ചു തന്നു. അതായത് ഇമോഷണൽ ട്രിഗേഴ്സ്, ഓരോ ടൈറ്റിൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിപ്പിച്ചു തന്നു, ഓരോ ഹുക്കിനെയും പറ്റി പഠിപ്പിച്ചു തന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി, നിങ്ങൾ വീഡിയോസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, യു ആർ ബിൽഡിംഗ് വ്യൂവർ ഹാബിറ്റ്സ്. ആൽഗോരിതത്തിന് ട്രിഗർ ചെയ്യണോ നിങ്ങൾക്ക്? ഒബ്സഷൻ ഉണ്ടാക്കുക. സോ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓരോ ആൽഗോരിതം ട്വീക്കും, ഓരോ ടൈറ്റിലും തംബ്നെയിലും ഇവിടുന്ന് തുടങ്ങണം. ഞാൻ ആസ് എ വ്യൂവർ ഈ വീഡിയോ കണ്ടാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമോ? ഈ വീഡിയോയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുമോ? ഈ ആൽഗോരിതം നിങ്ങളുടെ ശത്രുവല്ല, അതൊരു കണ്ണാടിയാണ്. അത് നിങ്ങൾ ആൾക്കാരെ എത്ര നന്നായി മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. സോ ഇനി നിങ്ങളുടെ ടേൺ ആണ്. നിങ്ങളുടെ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്തോ. ബട്ട് ഇപ്രാവശ്യം ഒരു ക്രിയേറ്റർ ആയല്ല, ഉച്ചയ്ക്ക് ലഞ്ചും കഴിഞ്ഞ് ഉറക്കം തൂങ്ങി വന്നിരിക്കുന്ന ഒരു പ്രേക്ഷകനായിട്ട്. അവർ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, അവർ റീപ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൽഗോരിതം നിങ്ങളെ ഫോളോ ചെയ്യും.